വിവാഹമോചനം, ജോലിഭാരം അങ്ങനെ തുടങ്ങി ഒരു 30 വയസ്സിനപ്പുറം സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു നിശ്ചയവുമില്ല. അത് പലരുടെയും മാനസികാവസ്ഥ തെറ്റിക്കുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. എന്നാൽ കുറുന്തോട്ടിക്കും വാദമോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു മനോരോഗ വിദഗ്ധ തന്നെ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നു. ലക്നൌവിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വിവാഹമോചനത്തിന് പിന്നാലെ മാനസിക സംഘർഷം ഉള്ളിൽ കിടന്നു. മനോരോഗ വിദഗ്ധയായതുകൊണ്ട് തന്നെ അവൾക്കെല്ലാം സ്വയമേ ശരിയാക്കാൻ അറിയാമെന്ന് എല്ലാവരും ധരിച്ചു. അവസാനം കേട്ട വാർത്ത 7ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കി എന്ന വാർത്തയായിരുന്നു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വനിതാ മനോരോഗ വിദഗ്ധ 7ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അവിടെയുള്ള എല്ലാവരും. വലിയൊരു അലർച്ച മാത്രമാണ് എല്ലാവരും കേട്ടത്. പിന്നീട് നോക്കിയപ്പോഴാണ് നിലം പതിച്ചു കിടന്ന് ചോരയൊലിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ള ഹേമിക. ഗാസിയാബാദിൽ രാജ്നഗർ മേഖലയിൽ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന 40 വയസ്സുകാരിയായ ഹേമികയാണ് മരിച്ചതെന്ന് അപ്പോൾ എല്ലാവരും അറിഞ്ഞു. 7ാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ മാത്രം എന്തായിരുന്നു പ്രശ്നമെന്ന് അന്വേഷിച്ചെത്തിയവരൊക്കെ തന്നെയും അവസാനിച്ചതൊന്നുമില്ലായ്മയിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഏകദേശം 1.5 വർഷം മുൻപ് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി ഹേമിക അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. വിവാഹമോചനത്തിനു ശേഷം അവർ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി സ്വന്തം ഫ്ളാറ്റിൽ നിന്ന് താഴേക്കു ചാടുകയായിരുന്നുവെന്നും അറിയാൻ സാധിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമികയെ അയൽവാസികൾ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിലെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. എന്തായിരുന്നു ഹേമികയുടെ പിന്നാലെ നടന്ന സംഭവമെന്നും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നും അന്വേഷിക്കും. മൊഴികൾ എടുക്കും. അതുപോലെ തന്നെ ഫോണ്, വാട്സപ്പുകൾ, മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം പരിശോധിക്കും. മെസ്സേജുകൾ ഉൾപ്പെടെ കണ്ടുപിടിക്കും. ഡിലീറ്റ് ചെയ്തവയും മായ്ച്ചു കളഞ്ഞവയും ഒക്കെ തന്നെയും കണ്ടുപിടിച്ച് എപ്പോഴാണ് എന്താണ് എന്നടക്കമുള്ളതെല്ലാം പരിശോധിക്കും. കോൾ റെക്കോർഡിങ്സ് എടുക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ വഴിയാണ് ഇത് ആത്മഹത്യയാണോ, ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ, എന്താണ് പ്രശ്നമെന്നും ശരിക്കും എന്തായിരുന്നു ആത്മഹത്യയിലേക്ക് എത്താനുള്ള കാരണമെന്നുമൊക്കെ അറിയാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവാഹമോചനം തന്നെ ഒരുപാട് അലട്ടിയിരുന്നുവെന്നും തൻ്റെ വിഷമങ്ങളൊന്നും കേൾക്കാൻ ആരുമില്ലായിരുന്നുവെന്നൊരു ഒറ്റപ്പെടൽ അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഹേമികയ്ക്ക് ഇത്തരത്തിലൊരു ചിന്ത വന്നതെന്ന് വീട്ടുകാരുൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെയും ഇതുവരെ സംശയമൊന്നും പറഞ്ഞിട്ടില്ല. ഹേമിക തന്നെ ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാൻ മാത്രമുള്ള ഒരു മാനസിക നില തെറ്റിയുള്ള ജീവിതമായിരുന്നു ഹേമികയുടേതെന്നാണ് പറയുന്നത്.